ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് പറയാം, അതിൽ നിന്ന് കുറേ കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാം. അപ്പോൾ ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഡെഫിനിഷനാണ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്താണ്. ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അറിയാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അറിയാം. ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഒരു ലിഗൻഡ് വരും, ഏതോ ഒരു ലിഗൻഡ് വരും, എന്നിട്ട് അതിൻ്റെ ആ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യും, അവിടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെറ്റലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒരു മെറ്റൽ ഒരു CO2+ അല്ലെങ്കിൽ CO3+ ആണെന്ന് വിചാരിക്കും. അങ്ങനെ ആ ലിഗൻഡ് മെറ്റലിന് കൊടുത്തു കഴിഞ്ഞാൽ, മെറ്റലിന് ആവശ്യമുണ്ട്, അങ്ങനെ ലിഗൻഡ് എന്ത് ചെയ്യും, മെറ്റലിന് കൊടുക്കും. മെറ്റലിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഈ ബോണ്ട് എന്ത് ബോണ്ടാണ്, കോർഡിനേറ്റ് ബോണ്ടാണ്, കോർഡിനേറ്റ് ബോണ്ട്. ഇങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് കോവാലന്റ് ബോണ്ട് അറിയാം. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് ഒക്കെയാണ് പറയുക. അപ്പോൾ ഒരു CH3 അപ്പോൾ ഇവിടെ ഒരു ബോണ്ട്, ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോണും കൂടിയിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണ്. ഇത് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. ഇനി ഇവിടെ പറയുന്ന ലിഗൻസിൽ പൊതുവെ നമ്മൾ ഒരുപാട് കോമ്പൗണ്ട്സിനെ കണ്ടിട്ടുണ്ടാവും. ഒരു CN- വരിക, അല്ലെങ്കിൽ NH3 വരിക, അല്ലെങ്കിൽ അതുപോലുള്ള H2O വരിക, Cl വരിക, ഇതുപോലെയുള്ള ലിഗൻസ് വരുന്ന ഭാഗമായിരുന്നു കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. പിന്നെ ഇതുപോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് വരുന്ന ഒരു ഭാഗം അതും ഉണ്ട് അവിടെ. അപ്പോൾ ഇതിന്നൊക്കെ വ്യത്യാസമായിട്ട് ആദ്യമായിട്ടൊരു കോമ്പൗണ്ടിനെ അവർ പരിചയപ്പെടുകയാണ്. അതാണ് സീസേ സാൾട്ട്. ഇത് PSC ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ചോദിക്കും, ഫസ്റ്റ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട് ഏതാണ്, ഫസ്റ്റ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പോൾ ഇതാണ് സീസേ സാൾട്ടാണ് ഫസ്റ്റ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിലൊരു മെറ്റൽ ആറ്റം ഉണ്ടാവും. അത് പ്ലാറ്റിനുമാണ്. ഈ പ്ലാറ്റിനും എന്തുമായിട്ട് ബോണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്, C2H4 ആയിട്ട്. പ്ലാറ്റിനും C2H4 ആയിട്ട് ബോണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ C2H4 എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അന്ന് വലിയ ടൂളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1827 ടൈമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ ബ്രാഞ്ച് വരുന്നത്, അതായത് ഇതൊരു മെറ്റലാണ്, ഇവിടെ ഒരു ഓർഗാനിക് ലിഗൻഡ് വരികയാണ്. നമുക്കൊരു സെറ്റ് ഓർഗാനിക്കിലെ കാര്യങ്ങൾ ഒരു സെറ്റ് ഇങ്ങനെ അറിയാം, ഒരു സൈഡിൽ കോർഡിനേഷൻ കോമ്പൗണ്ടും അറിയാം. ഇവിടെ ആ ലിഗൻഡ് എന്ന് പറയുന്ന പാർട്ടിൽ ഇപ്പോൾ ആരല്ല, ആ പറഞ്ഞ ലിഗൻഡുകളെല്ലാം ഉള്ളത്, NH3 H2O അങ്ങനെയുള്ള ആളുകളെല്ലാം ഉള്ളത്. പകരം ഓർഗാനിക് ലിഗൻസ് ആണ് ഉള്ളത്. ആദ്യമൊന്നും ഇവർ അംഗീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു മെറ്റലിന് ഒരു ഓർഗാനിക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ 1827 കണ്ടുപിടിച്ചിട്ട് ഒരു 10-100 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇത് കോമ്പൗണ്ട് സീസേ സാൾട്ട് കംപ്ലീറ്റ് കോമ്പൗണ്ട് ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ സീസേ സാൾട്ട് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു മെറ്റൽ ആദ്യമായിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടായിട്ട് എന്ത് ചെയ്യാണ്, ബോണ്ട് ചെയ്യാണ്. മെറ്റലും ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിൽ ബോണ്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, സബ്ജക്റ്റ് വളർന്നു. അതായത് മെറ്റലും ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രാഞ്ച് ഇങ്ങനെ വളരുന്ന സമയത്ത് നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാൻ തുടങ്ങി. പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് ഓർഗാനിക്കിൻ്റെതുമല്ല കോർഡിനേഷൻ്റെതുമല്ലാത്ത പ്രോപ്പർട്ടീസ് ഇവർ കാണിക്കാൻ തുടങ്ങി. ഒന്നുകിൽ നമുക്ക് ഈ പറഞ്ഞ പുതിയ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്, അതായത് ഓർഗാനിക് മോളിക്യൂൾസ് മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഓർഗാനിക് മോളിക്യൂളിനെ ലിഗൻഡായി കണ്ടിട്ട് മെറ്റലിനെ സാധാ മെറ്റലായി കാണുക, കോർഡിനേറ്റ് ബോണ്ടായിട്ട് പറയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പറയാമായിരുന്നു. അപ്പോൾ അത് പറ്റുന്നില്ല. അവരുടെ ചില പ്രോപ്പർട്ടീസ് ഒന്നും പറഞ്ഞ കോർഡിനേഷൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് മേച്ചാകുന്നില്ല. ഇനി നമുക്ക് സാധാ ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയുന്നത് പോലെ ഓർഗാനിക്കിൽ പെടുത്തി പറയായിരുന്നു, അതും പറ്റുന്നില്ല. ചില പ്രോപ്പർട്ടീസ് ഒന്നും ഓർഗാനിക്കിന് പറ്റിയതുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടായിട്ട് പറയും. അപ്പോൾ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് പറയും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ആൾ C2H4 ആണ്, എത്തിലീനാണ്. അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വരികയാണെങ്കിൽ, ഒരു ബെൻസീൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈക്ലോപെൻറ്റാഡൈനൽ ആനിയോൺ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കാർബണിൽ വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും കോമ്പൗണ്ട്സ് വരികയാണെങ്കിലുള്ള ഭാഗമാണ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത്, മെറ്റൽ ഓർഗാനിക് ലിഗൻഡുമായിട്ട്
ബോണ്ട് ചെയ്ത കോമ്പൗണ്ടാണ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്നാണ്. മെറ്റൽ ഓർഗാനിക് ലിഗൻഡായിട്ട് ബോണ്ട് ചെയ്യുന്ന ആളുകളാണ് ഓർഗനോമെറ്റാലിക്. പക്ഷെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില പ്രോപ്പർട്ടീസ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിലും പെടുത്താൻ പറ്റുന്നില്ല, ഓർഗാനിക്കിലും പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനോട് കൂടി തന്നെ നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് ആളുകൾ കൂടെ ഇതിൽ ആഡ് ചെയ്തു. സിഒയും മെറ്റലും തമ്മിലുള്ള ബോണ്ടിങ് വരുന്ന സമയത്ത് ചില കോമ്പൗണ്ടുകളിലാണ്, ചില കോമ്പൗണ്ടുകൾ നമ്മൾ കോർഡിനേഷനിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ചില കോമ്പൗണ്ടുകൾ സിഒ വന്നു കഴിഞ്ഞാൽ അത് ഓർഗനോമെറ്റാലിക് ആണ്, അതായത് കോർഡിനേഷൻ്റെ പ്രോപ്പർട്ടി അല്ല, ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സിഒനെ ആഡ് ചെയ്യാൻ തുടങ്ങി. സിഒനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ N2നെ ആഡ് ചെയ്തു, പിന്നെ നമ്മൾ NOനെ ആഡ് ചെയ്തു, PPH3 പോലുള്ള കോമ്പൗണ്ടുകൾ ആഡ് ചെയ്തു, ഈവൻ H2നെ പോലും ആഡ് ചെയ്തു. ഓർഗാനിക് ലിഗൻഡ് ആകണം എന്നായിരുന്നു നമ്മുടെ തുടക്കത്തിലുള്ള കാര്യം. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ബ്രാഞ്ച് വന്നതിന് ശേഷം നമുക്ക് ഇവരൊക്കെ ഈ ഓർഗാനോമെറ്റാലിക് സൈഡിൽ ചേർക്കാം എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള കോമ്പൗണ്ടുകളെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ ഈ CO എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തും ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. സിഒന് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉണ്ടോ, എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? സിഒക്ക് ഐസോ ഇലക്ട്രോണിക് ആയതുകൊണ്ട് N2നെ നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടി അതുപോലെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. CO ആണ്, അപ്പോൾ അത് N2 അതുപോലെ ആയിരിക്കുമോ? അപ്പോൾ മെറ്റൽ ഓർഗാനിക് ബോണ്ട് ഉണ്ടാകില്ല. അപ്പോൾ മെറ്റലും നൈട്രജനുമാണ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്തില്ല, മെറ്റൽ ഓർഗാനിക് ലിഗൻഡ് ആ ബോണ്ട് ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ കൂടി നമ്മുടെ പ്രോപ്പർട്ടീസ് എന്താകുന്നുണ്ട്, നമ്മളെ ഓർഗാനിക്കും അല്ല കോർഡിനേഷനും അല്ല, ഈ പുതിയ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിൽ N2നെ എടുക്കുക. അതേപോലെ നമുക്ക് വേണമെങ്കിൽ NOനെ എടുക്കാൻ പറ്റുമോ? അപ്പോൾ NO പ്ലസ് ആകുകയാണെങ്കിൽ, ഇപ്പോൾ NO പ്ലസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഐസോ ഇലക്ട്രോണിക് ആണോ? NO പ്ലസ് സിഒനായിട്ട് ഐസോ ഇലക്ട്രോണിക് ആണോ? ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരിക. ഇപ്പോൾ ബെൻസീനും ബോറസീനൊക്കെ ആണോ? അതേപോലെയാണോ ഇത്? ആണ്, ഐസോ ഇലക്ട്രോണിക് ആണ്. ഇപ്പോൾ ഇതിൽ 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. കാർബണിൽ 6ഉം ഓക്സിജനിൽ 8ഉം, 6 + 8 14, N2 14, NO പ്ലസ് ആകുമ്പോൾ 7 + 8 ആണ് വരിക. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് കുറക്കും, 14. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ ആഡ് ചെയ്തിട്ട് ബ്രാഞ്ച് വലുതാകുക. ഇനി അതേപോലെ മെറ്റലിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് ആ മെറ്റൽ ആകണമെന്ന് ഇപ്പോൾ വാശിയൊന്നുമില്ല. ഇവിടെ ഓർഗാനിക് ലിഗൻഡ് ആണെന്ന് പണ്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ പ്രോപ്പർട്ടീസ് മതി. അതേപോലെ ഇനി ഇവിടെ മെറ്റൽ ആകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. മെറ്റലിന് പകരം നോൺ മെറ്റൽസ് ആയിട്ടുള്ള ഈ പറഞ്ഞ സിലിക്കൺ വരിക, ആർസനിക് വരിക, സെലീനിയം വരിക, ബോറോൺ വരിക, ബോറോൺ കുറച്ചും കൂടിയും വേണ്ട, ഇതുപോലുള്ള കോമ്പൗണ്ട്സ് വരും. ഇപ്പോൾ ടെലൂരിയം, ഇവരൊന്നും എന്തല്ല മെറ്റൽസ് അല്ല, നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ നമുക്ക് പണ്ട് തുടക്കത്തിൽ മെറ്റലും ആകണം, ഓർഗാനിക് ലിഗൻഡ് ആകണം. അത് പിന്നെ CO എത്തുമ്പോൾ മെറ്റൽ കാർബൺ ബോണ്ടായാൽ മതി, മെറ്റൽ കാർബൺ ബോണ്ടായാൽ. പിന്നെ നമ്മൾ N2 NO+ അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ COക്ക് ഐസോ ഇലക്ട്രോണിക് ആയാൽ മതി എന്ന് പറഞ്ഞു. COക്ക് ഐസോ ഇലക്ട്രോണിക് ആയാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ പ്രോപ്പർട്ടീസിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പിന്നെയും പറഞ്ഞു, എന്നാൽ പിന്നെ നോൺ മെറ്റലും ആകണ്ട, മെറ്റലും ആകണ്ട, ഈവൻ നോൺ മെറ്റൽ ആണെങ്കിലും ഓർഗനോമെറ്റാലിക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഓർഗനോമെറ്റാലിക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പറയാം. അപ്പോൾ അതായത് ചില പ്രോപ്പർട്ടീസ് ഓർഗാനിക്കിലും കോർഡിനേഷനിലും പെടുത്താൻ പറ്റാത്ത കോമ്പൗണ്ട്സുകളാണ് ഓർഗനോമെറ്റാലിക്. അപ്പോൾ മെറ്റൽ ഓർഗാനിക് ബോണ്ടാകാം, അല്ലെങ്കിൽ CO പോലുള്ള അങ്ങനെയുള്ള ആളുകളാകാം. ഇനി അതൊന്നും കുഴപ്പമില്ല, ഇനി മെറ്റലിൽ തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലുള്ള ആളും ആകാം. അപ്പോൾ ഇത്രയാണ് എന്ത് വരിക, ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ ആ ഡെഫിനിഷനിൽ വരിക. അപ്പോൾ എന്നിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്, ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എൻ എ ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്. ഇവിടെ തന്നതിൽ ഏത് കോമ്പൗണ്ടാണ് ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട് എന്നാണ്.
4 കോമ്പൗണ്ട്സ് തരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഇതിൽ ആരാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ഇത് നമുക്ക് ഇപ്പം എന്ത് ചെയ്യാം, ഞാൻ ഇഷ്ടമുള്ള 4 എടുത്തു എന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എത്ര കോമ്പൗണ്ട്സ് വേണമെങ്കിലും നമുക്കിങ്ങനെ എഴുതിയിട്ട് നീട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ ABCD ഇല്ല, അതായത് ചിലപ്പോൾ ഒന്ന് കൂടുതൽ ഇതിൽ ആൻസർ ശരിയായിരിക്കാം. ഞാൻ കറക്റ്റ് ABCD ഓപ്ഷനിൽ 1 മാത്രം ശരി എന്നുള്ള രീതിയിലല്ല ഇട്ടത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ 1 കൂടുതലാകാം. അപ്പോൾ അത് എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഇട്ടത്. എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ എന്തേ പാടുള്ളൂ, ഒറ്റൊരു കോമ്പൗണ്ടേ ഓർഗനോമെറ്റാലിക് ആകാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ തന്ന ആൻസർ ഇതിൽ 1 കൂടുതലുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെയും 3-4 തെറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്നതിന് പകരം ഡയറക്റ്റ് തന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ നിക്കലോസിൻ കേട്ടിട്ടുണ്ടായിരുന്ന? നിക്കലോസിൻ ഫെറസീനെ പോലെ തന്നെ വരുന്ന കോമ്പൗണ്ടാണ്. നിക്കൽ ഉണ്ടാകും. ഇവിടെ നമുക്ക് ഒരു ഇങ്ങനെ വരക്കാം, അതായത് സൈക്ലോ സ്ട്രക്ചർ എക്ലിപ്സർ ആണോ അല്ലെങ്കിൽ സ്റ്റാഗേർഡ് ആണോ എന്നൊക്കെ നമ്മൾ വിടുകയാണ്. ഈ നിക്കൽ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ കാർബണിൻ്റെ അവിടെയുള്ള കുറച്ച് ബോണ്ടുകൾ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ഇതൊക്കെ പി ഓർബിറ്റലാണ്. ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. എന്നിരുന്നാലും കാർബണിൻ്റെ ആ ലിങ്കേജ് നിക്കലിനുണ്ട്. നിക്കൽ കാർബൺ ബോണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഓർഗനോമെറ്റാലിക് പറയാം. അതേപോലെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ബോണ്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ അവിടെ നിക്കലോസിൻ അല്ലെങ്കിൽ മെറ്റലോസിൻ പറയുമ്പോൾ പറയും. പക്ഷേ നിക്കൽ കാർബൺ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഡെഫിനേഷൻ പ്രകാരം അത് തന്നെയാണ്, ഓർഗനോമെറ്റാലിക് തന്നെയാണ്. ഇനി അടുത്ത ആള് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. അതായത് കോമ്പൗണ്ട് എന്തായിരുന്നു? അപ്പൊ ഇതെന്തുകൊണ്ടാ ഓർഗനോമെറ്റാലിക് എന്ന് പറയാവോ? ഇത് നമ്മൾ ഓർഗനോമെറ്റാലിക്കിൽ പഠിക്കുന്ന വലിയ ആളാണ്. അത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സെക്ഷൻ 2 ആളാണ്. കാറ്റലിസ്റ്റ് റിയാക്ഷൻസ് ഒക്കെ വരുന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഓർഗനോമെറ്റാലിക്കിൻ്റെ ആപ്ലിക്കേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഓർഗനോമെറ്റാലിക് ആകുന്നത്? ഇതിലെവിടെയാ മെറ്റൽ കാർബൺ ബോണ്ട്? നേരത്തെ പറഞ്ഞ ഓർഗാനോമെറ്റാലിക്കിന് പ്രോപ്പർട്ടീസ് വരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഉൾപ്പെടുത്തുന്നത്. പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ആ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പുറത്ത് നോൺ മെറ്റൽ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് മൂന്നാമത് ആഡ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഇത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. മൂന്നാമത്തെ ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റിനെ നമ്മൾ ഓർഗനോമെറ്റാലിക്കിൽ പെടുത്തുന്നത്. ഇതിലെന്തില്ല, മെറ്റൽ കാർബൺ ബോണ്ട് ഇല്ല. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാകുക. RH ഇവിടെ ഉണ്ട്, ഇവിടെ PPH3 ആണ്. PPH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓർഗനോമെറ്റാലിക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള പുതിയ ഒരുപാട് ലിഗൻസിനെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, ലിഗൻസിനെ പഠിച്ചു വെക്കണം. അപ്പോൾ PPH എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഇവിടെ 2 ലോൺ പെയർ. ഈ ലോൺ പെയർ ആണ് എന്ത് ചെയ്യുക, ഇതിന് കൊടുക്കുക, റോഡിയത്തിന് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ എന്തുണ്ട്, 3 എണ്ണം ഉണ്ട് PPH3. ഇവിടെ Cl. അപ്പോൾ ഇവിടെ എന്തില്ല, മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിന് ഒരാളായിട്ടും ഒരു കാർബണായിട്ടും ബോണ്ടില്ല. ഇതൊക്കെ ഫോസ്ഫറസ് ആണ്. പക്ഷേ എങ്കിൽ നമ്മൾ ഈ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്തിനാ ഉപയോഗിക്കുക? ആൽക്കീന്റെ ഹൈഡ്രജേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ ആ ക്ലോറിൻ മാറിയിട്ട് അവിടെ ഒരു ഇത് വരും. അപ്പൊ നമുക്ക് നിർബന്ധമില്ല തുടക്കത്തിൽ ഉണ്ടാകണമെന്നും ഇപ്പൊ നിർബന്ധമില്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, തുടക്കത്തിൽ അങ്ങനെ മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ടാകണമെന്ന് നമുക്ക് ഇപ്പൊ നിർബന്ധമില്ല. ആ പ്രോസസ്സ് അതെന്ത് ഈ പറഞ്ഞ കോമ്പൗണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് എവിടെങ്കിലും ഒരു സമയത്ത് ഈ പറഞ്ഞ ആൾക്ക് കാർബണായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഓർഗനോമെറ്റാലിക്കാന്ന് പറയും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇൻ്റർവ്യൂവിനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇനിയുള്ളത് വിറ്റാമിൻ B12 ഹീമോഗ്ലോബിനുമാണ്. അപ്പോൾ നിങ്ങൾ ബയോ ഇനോർഗാനിക് പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് കോമ്പൗണ്ട്സിനെ കാണും. അപ്പോൾ ആ ബയോ ഇനോർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അത് ഓർഗനോമെറ്റാലിക്കിൽ ചോദിക്കും, ചിലപ്പോൾ അത് സ്പെക്ട്രോസ്കോപ്പിയിലായിട്ട് ചോദിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ആ ബോണ്ടിങ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹീമോഗ്ലോബിൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താണുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ മെറ്റൽ ആരോട് അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഓർഗനോമെറ്റാലിക് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിറ്റാമിൻ B12 ഹീമോഗ്ലോബിൻ ഇതൊക്കെ നിങ്ങൾ ബയോ ഇനോർഗാനിക്കിൽ പഠിക്കും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഇതിൽ ആരായിരിക്കാം ഓർഗനോമെറ്റാലിക് എന്ന്? അതായത് എവിടെയെങ്കിലും ഒരു കാർബൺ ബോണ്ട് ഉണ്ടായാൽ മതി.
കാർബൺ ബോണ്ട് വിത്ത് മെറ്റൽ. കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ? രണ്ടുപേരും കോർഡിനേഷൻ ആണോ? നമുക്ക് കോർഡിനേഷൻ അല്ല എന്ന് പറയണമെങ്കിൽ എന്തുണ്ടായാൽ മതി? ഏതോ ഒരു ഓർഗാനിക്കിന്റെ ആ കാർബൺ മെറ്റലുമായിട്ട് ലിങ്ക് ഉള്ള ഒരു ബോണ്ടെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക് ഓർഗനോമെറ്റാലിക് എന്ന് പറയാം. അങ്ങനെ വൈറ്റമിൻ B12 മെറ്റൽ CO ബോണ്ടില്ലേ? മെറ്റൽ CO ബോണ്ടാണോ ഉള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അപ്പോൾ അത് കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബയോ ഇനോർഗാനിക് കേൾക്കുന്ന സമയത്ത് അതിലെ ഭാഗം വേണമെങ്കിൽ ഓർഗനോമെറ്റാലിക്കിലും ചോദിക്കാമെന്നുള്ള രീതിയിൽ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ വിറ്റാമിൻ B12 ഓർഗനോമെറ്റാലിക് ആണ്. ഇതില് ഏതായിരുന്നു എലമെന്റ് ഉള്ളതെന്ന് ഓർമ്മ ഉണ്ടോ? കോബാൾട്ട്. കൊബാൾട്ടിന്റെ ഒരു ലിങ്കിൽ എന്ത് വരുന്നുണ്ട്? കാർബൺ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പാർട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഓർഗനോമെറ്റാലിക് കാണും. ഇതും കാണും. ഹീമോഗ്ലോബിൻ അല്ല, അതെല്ലാം FeN ആണോ? എത്ര FeN ഉണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബയോ ഇനോർഗാനിക് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അതിൽ കാർബൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓർഗനോമെറ്റാലിക്കിലും വരും. അപ്പൊ അതാണ് ഫസ്റ്റ് പാർട്ട്, ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക.